കൊല്ലം കടപ്പാക്കടയിൽ മകനെ കൊലപ്പെടുത്തി അച്ഛൻ ആത്മഹത്യ ചെയ്തു. കടപ്പാക്കട അക്ഷയനഗർ സ്വദേശി വിഷ്ണു എസ് പിള്ളയാണ് കൊല്ലപ്പെട്ടത്. അഭിഭാഷകനായ ശ്രീനിവാസ പിള്ളയാണ് ആത്മഹത്യ ചെയ്തത്. വിഷ്ണുവിന് ചെറിയ മാനസിക അസ്വാസ്ഥ്യം ഉണ്ടായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. ശ്രീനിവാസപിള്ളയും ഭാര്യയും മകൻ വിഷ്ണുവുമാണ് കൊല്ലം കടപ്പാക്കടയിലെ വീട്ടിൽ താമസിച്ചിരുന്നത്. വിഷ്ണുവിന്റെ അമ്മ 2 ദിവസം മുൻപ് തിരുവനന്തപുരത്ത് താമസിക്കുന്ന മകളുടെ വീട്ടിലേക്ക് പോയിരുന്നു. ഇന്ന് രാവിലെ ഇവർ തിരിച്ചെത്തിയപ്പോൾ വീട് അടച്ചിട്ടിരിക്കുന്ന നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ശ്രീനിവാസപിള്ളയെയും വിഷ്ണുവിനെയും ഉള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിഷ്ണുവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിലും ശ്രീനിവാസപിള്ളയെ തൂങ്ങി മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. വീട്ടിലെ ഹാളിലാണ് മകൻ വിഷ്ണുവിന്റെ മൃതദേഹം കിടന്നിരുന്നത്. തൊട്ടടുത്ത മുറിയിലാണ് ശ്രീനിവാസപിള്ളയുടെ മൃതദേഹം കണ്ടെത്തിയത്. പയ്യന് നേരത്തെ മാനസിക അസ്വസ്ഥതയുള്ളതാണ്. നമ്മൾ വരുമ്പോഴും ഇലക്ഷൻ സംബന്ധിച്ച് വരുമ്പോൾ തൊട്ടേ നമുക്കറിയാവുന്നതാണ്. ഇപ്പം 2 ദിവസം മുന്നേ അമ്മയെ ഉപദ്രവിച്ച് അമ്മയെ മാറ്റിയെന്നാണ് പറയുന്നത്. സമനില ഇല്ലായിരുന്നു ചില സമയങ്ങളിലൊക്കെ. അവർ നമ്മളടുത്തെങ്ങും വലിയ ക്രൂരമായിട്ടൊന്നും സംസാരിക്കാറില്ല. സംസാരം കൂടുതലെന്നുള്ളതേ ഉള്ളൂ, അത് പെരുമാറില്ല. പിന്നെ അവരുടെ അടുത്തൊക്കെ എങ്ങനെ അകത്തെങ്ങനെ ആയിരുന്നുള്ളത് നമുക്കറിയത്തില്ല. അഭിഭാഷകനായ ശ്രീനിവാസപിള്ള കഴിഞ്ഞ 10 വർഷത്തോളമായി പ്രാക്ടീസ് ചെയ്തിരുന്നില്ല. വീടിന് പുറത്ത് ട്യൂഷൻ സെന്ററുകളുടെയും നിർമ്മാണ കമ്പനികളുടെയും ഹോട്ടൽ സർവീസിന്റെയും ഒക്കെ ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എന്നാൽ ഇവയൊന്നും ശരിക്കുമുള്ള സ്ഥാപനങ്ങളല്ലെന്നും മകന്റെ സന്തോഷത്തിനു വേണ്ടി അച്ഛൻ വെറുതെ ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നതാണെന്നും നാട്ടുകാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ടാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. പക്ഷേ സഹികെട്ട് ചെയ്തതായിരിക്കുമെന്ന് സംശയിക്കുന്നു. വിഷ്ണു 2 തവണ വിവാഹം കഴിച്ചിരുന്നതായും രണ്ടും നിയമപരമായി വേർപിരിഞ്ഞതായും നാട്ടുകാർ പറയുന്നു. ഒരിക്കൽ വിഷ്ണു വീടിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടി കാലൊടിഞ്ഞിരുന്നതായും വീട്ടിൽ കാണാൻ എത്തിയവരോടൊക്കെ വിഷ്ണു ഇക്കാര്യം അഭിമാനത്തോടെ പറഞ്ഞിരുന്നതായും പ്രദേശവാസികൾ പറയുന്നു. പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹങ്ങൾ ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ന്യൂസ് മലയാളം, കൊല്ലം.